ഓട്ട മത്സരമൊന്നും അല്ലട്ടാ, രക്ഷപ്പെടാനുള്ള ഓട്ടമാണ്. ഈ ഓട്ടക്കാരൻ ആരാന്നറിയോ? ഞാനാണ്. മുസ്തഫ എന്നാണ് ശരിക്കും പേര്. ഉമ്മയും ബാപ്പയും മരിച്ചപ്പോ കൊച്ചാപ്പയും ഇവിടെ കൊണ്ടതാക്കിയതേ. ഈ പല്ലിഞ്ഞിരിച്ച് പുറകെ വരുന്ന കറമ്പനാരാന്നറിയോ? ഇപ്പൊ മനസ്സിലായി അല്ലേ? ഇച്ചിരി കൂടിയ പുള്ളിയാണ്. പേര് രാജു. വന്നിട്ട് മാസങ്ങളായിട്ടുള്ളൂ. ഇവിടത്തെ ടോപ്പ് കിലാടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മിക്കവാറും ഇന്നത്തെ കാര്യം പോക്കണം. ഇവനാണ് അനന്തൻ. ഞങ്ങളുടെ കൂട്ടത്തിലെ കുട്ടൻ നമ്പുരാനാണ്. കൂട്ടുകാർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാണ്ടല്ല, അല്ല കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കണോ? ഇവരീ എത്തി നോക്കി കാണുന്നതേ ഇവിടെ സ്ഥിരമായിട്ട് നടക്കുന്ന ചവിട്ട് നാടകത്തിലൊരു സീനാണ്. സൂപ്രണ്ടും കെയർ ടേക്കറുമാണ് മെയിൻ. മറ്റ് കഥാപാത്രങ്ങളാവുന്നത് ഞങ്ങൾ. മൊട്ടനിടിയായിരുന്നു സാർ. എല്ല് പൊട്ടിയവൻ്റെ ഒച്ച കേട്ടോ എന്നൊരു ഡൗട്ട്. ഇന്നലത്തെ വരെ ഇടി വെച്ച് നോക്കുമ്പേ ഇവർക്ക് നല്ല പുരോഗതി ഉണ്ട്. ഇങ്ങനെ പോയാലേ ഇവരിവിടെ തന്നെ തമ്മിൽ തല്ലി ചാവും. ചാവട്ടടോ, അതോടെ തീരില്ലേ തലവേദന. തെരുവിൽ എത്ര പട്ടികൾ കടിച്ചു കയറിച്ചാവുന്നു? ആരെങ്കിലും തിരിഞ്ഞു നോക്കാറുണ്ടോ? ഇതിപ്പോൾ ഗതികേടിന് നമ്മുടെ ഡ്യൂട്ടിയായി പോയില്ലേ? ഇത് തുടങ്ങി വെച്ചതേ ഇവനാ രാജു. ഇങ്ങനെ പോയാലേ ഈ ഹോമ കൊണ്ടായി മാറും. നമ്മക്കും കിട്ടും പണി. ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല സാറേ. ഇവന്മാരെ നന്നാക്കാൻ നിന്നാ നമ്മൾ വിടക്കാവത്തേ ഉള്ളൂ. ഒക്കെ പിഴച്ച വയറ്റിൽ ജനിച്ചതല്ലേ. എടുക്ക്. നിന്റെ വില്ലത്തരങ്ങൾ അനന്തമായി നീളുകയാണല്ലോ. എന്താ ഇയാളിതേ തുടങ്ങി. ഇടക്കിടക്ക് കിട്ടണോണ്ട് ഞങ്ങൾക്ക് ഇത് പുത്തിരിയൊന്നുമല്ല. ഇതിനൊരു അവസാനം വേണ്ടേ? പണി തന്നേ അടങ്ങൂ എന്നുള്ളതാണെങ്കിൽ നിനക്കൊറ്റയ്ക്ക് ഞാനൊരു റൂം തരാം. നിനക്കത് കിടന്ന് പൂണ്ട് വിളയാടാം. സൂര്യപ്രകാശം പോലും കാണാതെ അതിൽ കിടന്ന് നിറയിക്കണോ? എന്നെ സ്പെഷ്യൽ ഹോമിലേക്ക് അയച്ച ഏമ്മമാർ വിചാരിച്ചു ഇവിടെ വന്നാൽ നീ അങ്ങ് നന്നായി പോവും. നിന്നെ ഇതുപോലെ തിരിച്ചയക്കാനും ഞാൻ വിചാരിച്ചാൽ മതി. ഒറ്റ നിന്റെ സ്വഭാവം കൊള്ളില്ല. വെടക്കായി പോണ്ടാന്ന് വിചാരിച്ച് ഇത്തിരി സ്നേഹം കൊടുക്കാന്ന് വിചാരിച്ചാൽ അതിനിട്ട് താല്പര്യമില്ല. എങ്ങനെ നന്നാവാനാ? ഈ തൊഴുത്തിലല്ലേ വളരുന്നത്. വൃത്തിയായിട്ട സാധനങ്ങൾ നന്നാക്കാൻ പോകുമ്പോ തൊഴുത്തിന് ചവിട്ട് കൊള്ളാണ്ട് നോക്കണേ സുഗണ. ഞാൻ ഇന്നു മുതൽ നല്ല കുട്ടിയാണ്. ഞാൻ ഇന്നു മുതൽ തെറി പറയില്ല. അഴിക്കണ്ട, നിനക്ക് നന്നായി ചേരുന്നുണ്ട്. ഒന്ന് പോടാ. അതേ, എന്നും മര തല്ലി മേടിച്ച് ഇവിടെ തന്നെ കഴിയാന്നാണ് നിങ്ങളുടെ വിചാരം? എടാ, നമ്മുടെ കുണ്ടി പഠിപ്പിക്കാനാണ് ഇവിടുത്തെ ഏമ്മമാർക്ക് ശമ്പളം കൊടുക്കണത്. ഈ മതിൽ കടന്നു കിട്ടിയാ നമ്മ രക്ഷപ്പെട്ടു വച്ചാനെ. അല്ല, ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടാനാ? രക്ഷപ്പെടാൻ നമ്മൾ ഇങ്ങോട്ട് പോവാനാ? ഇതിലും വലിയ ജയിലിൽ നിന്ന് ആളുകൾ ചാടണല്ലേ.
അതിനൊക്കെ വഴിയുണ്ടാവും അല്ലേ? വഴിയില്ലെങ്കിൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മളും നമ്മുടെ ജീവിതവും. അവിടെ സൂപ്രണ്ടില്ല, ചന്തി ഒഴിപ്പിക്കുന്ന ചൂരലുമില്ല. പുറത്തെത്തിയിട്ട് വേണം എനിക്കൊന്ന് ശ്വാസം വിടാൻ. പുറത്തെത്തണവരെ ശ്വാസം പിടിച്ചിരിക്കാൻ ചത്തുപോടപടെ. ഇവിടുന്ന് ചാടിയിട്ട് വേണം ഒരു സിനിമാക്കാരനാവാൻ. ആ വിജയിനെ പോലെ ആവണം. ഓ, പിന്നൊരു അടിച്ചുപൊളി ജീവിതം അല്ലടാ. പിന്നെ നിന്നെ കാത്തിന്റെ പുറത്ത് സിനിമാക്കാരിക്ക് ഊന്നിക്കല്ലേ? ഒന്ന് പോടാപ്പ. എനിക്ക് കുറെ കാശുണ്ടാക്കണം. എന്നിട്ട് വേണം എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയ കൊച്ചാപ്പയുടെ മുമ്പിൽ ചെന്നൊന്ന് നിൽക്കാൻ. വല്ലതും നടക്കൂടാ, നോക്കണ്ട. ശത്രുവായിട്ടാണ് കൂട്ടുപിടിച്ചേക്കണം, നമ്പാൻ പറ്റൂല. ഓ, ഒന്നും മിണ്ടായിരിക്കടാ. ആരെയും കേട്ടാ പിന്നെ അത് മതി, തീർന്നു എല്ലാം. നമ്പിയേ പറ്റൂ. ഇവിടുന്ന് പുറത്ത് ചാടാൻ എളുപ്പമാണ്, പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവനില്ലാതെ പറ്റില്ല. ഇങ്ങനെ സ്ഥിരമായിട്ട് കിട്ടുന്ന 8ന്റെ പണിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കുന്ന സമയത്താ ഞങ്ങൾക്ക് ആ പിടിവള്ളി കിട്ടിയത്. എൻ്റെ മനസ്സിലും അങ്ങനെ ഒരു ലഡ്ഡു പൊട്ടി. നിങ്ങൾ ഈ ഹോം വിട്ട് പുറത്തെവിടെയെങ്കിലും പോയിട്ടുണ്ടാ? ആ, ജുവനൈൽ ഫെസ്റ്റിന് തൃശ്ശൂരിലേക്ക്. തൃശ്ശൂർക്കാ? എന്ത് വെറുതെ ബസ്സിൽ അങ്ങോട്ടും പോയി ബസ്സിൽ ഇങ്ങോട്ടും വന്ന് ഞാനൊരു കോപ്പം കണ്ടില്ല. ബസ് അതൊരു ഓടുന്ന മതിലല്ലായിരുന്നോ? നിങ്ങൾ ടി വിയിൽ കാണുന്ന പോലെ നല്ല പുറത്ത് അതൊരു വേറെ ലോകം കെട്ടിയേ. അങ്ങോട്ട് ഇറങ്ങി കളിക്കണം, ആ പച്ച പിടിക്കും. എന്തേ റെഡി അല്ലേ? 100 വട്ടം സമ്മതം അല്ലേ? ഡാ പറഞ്ഞല്ലോ, ഓക്കെ അല്ലേ? നിങ്ങൾക്ക് എന്നെ വിശ്വാസല്ലേ? എല്ലാം റെഡിയാണ്. മിണ്ടായിരിക്കും അവരും. എന്താണത് 10 ഇലക്കെട്ടത്തിന്റെ പെട്ടിക്കട വെച്ചേക്കണ പോലെ? അപ്പങ്ങള് പിന്നെയും കമ്പനി ആയി. പിന്നെ കമ്പനിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ് വന്ന വഴിയാണ്. മോനിൽ ലഡ്ഡു വേണം ആ ഉദ്ഘാടനത്തിന്റെ? നീ ഇവിടെ ഓട്ടി, നീ ഇവിടെ വന്നി. പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓരോ മണിക്കൂർ ഇടവിട്ട് കറണ്ട് കട്ടാ. പിന്നെ എവിടെയാ വിളിച്ചിട്ടുണ്ടാവുക? വേനൽക്കാലത്താണെങ്കിൽ ഡാമിൽ വെള്ളമില്ല എന്നുള്ള പരാതിയാ. ഉള്ള വെള്ളമാണെങ്കിൽ തുറന്നിട്ട് വേസ്റ്റ് ആക്കുകയും ചെയ്തു. ഇതൊക്കെ മനുഷ്യനെ മെനക്കെടുത്താന്നല്ലാണ്ട് എന്താ പറയാ? അല്ല പിന്നെ ഡാമിലെ വെള്ളം കൂടിയാലും കുറഞ്ഞാലും ഇവിടുത്തെ കറണ്ട് ഇങ്ങനെ തന്നെയാ. മിന്നാമിനിങ്ങനെ പോലെ ഒരു ഒലക്കമ്മല കൂട്ടും. നാശം പോകാതിരുന്നാ മതിയായിരുന്നു. ഇതൊക്കെ ആരോട് പറയാനാ? കംപ്ലൈന്റ് ഒരു കാര്യത്തിൽ ആരോടും പറയാൻ പറ്റും. ഇനി ഇങ്ങോട്ടൊന്നും
മടുത്ത്, ശരിക്കും മടുത്ത്. നീ ഭാഗ്യവാന, ശരിക്കും ഭാഗ്യവാന. നിന്നെ സ്നേഹിക്കാനും സേവിക്കാനും വേണ്ടി ആളിവിടെ ക്യൂ നിൽക്കുക. എന്നെയോ? അയാൾ പടിയായിട്ടുണ്ടാവും. ഒന്നും മിണ്ടാതിരുന്ന കൊച്ചൊന്നുമില്ലല്ലോ. കാണാൻ പറ്റണം. എൻ്റെ കൊച്ചാപ്പാണെങ്കിലേ കുഴപ്പമില്ലായിരുന്നു. ഉണ്ടായോ? അങ്ങനെ ആ വലിയ മതിലിൻ്റെ അകത്തുനിന്ന് ഞങ്ങൾ പുറത്തെത്തി. ഇനിയാണ് മച്ചു ശരിക്കുള്ള കളി.